ട്രിപ്പിൾ വംശമുണ്ട്. കണ്ടിന്യൂഷൻ ഉണ്ടായിക്കോട്ടെ. ഞാനിങ്ങനെ എടുക്കുന്ന വീഡിയോസിന്റെ കണ്ടിന്യൂഷൻ കേട്ടോ. ഞാൻ അതൊരു 10 മിനിറ്റ് ആയപ്പോൾ നിർത്തിയതാണ്. 10 മിനിറ്റിന്റെ ഒക്കെ വീഡിയോ ഒക്കെ മതി. അരമണിക്കൂറൊക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ റിസ്ക് ഉണ്ട്. ഇത് എഡിറ്റ് ചെയ്യാനോ അത് കയറ്റാനോ അത് അപ്ലോഡ് ചെയ്യാനൊക്കെ പ്രയാസമുണ്ട്. ഞാൻ മാക്സിമം 5-10 മിനിറ്റ് അത്രയൊക്കെ മതി. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ ഈ കൽപ്പത്തെ ഡ്രാമ അതിലത്തെ ശരീരത്തിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു. ഈ ഷർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ കണ്ടത് 5000 വർഷം കൂടുമ്പോൾ എവിടെയാണോ ആരാണോ ഇതിന്റെ ഉൽപാദകൻ അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാതാവ് അദ്ദേഹം തന്നെ ഇതിനെ നിർമ്മിക്കും. അത് ഇതിന്റെ അവകാശി ആരാണോ അവിടേക്ക് തന്നെ എത്തിച്ചേരും. ഇപ്പൊ കണ്ടത് ഇപ്പം എനിക്ക് അവകാശമുള്ളതാണ് എന്ന് കരുതി ഇത് എന്റെ ഷർട്ടൊന്നല്ല. ഇതെനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ സ്നേഹത്തോടെ കൊടുക്കാം. അവരത് സ്വീകരിക്കും വേണം കേട്ടോ. ഞാൻ അതല്ലെങ്കിൽ എന്റെ കാലശേഷം ഇത് മറ്റാർക്കെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ കണ്ടത് അവർ കുറച്ച് ദിവസം അവരിട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് അളിയന്റെ ഷർട്ടായിരുന്നു. പിന്നീട് അവരുടെ ഷർട്ടായി മാറി. അല്ലെങ്കിൽ അളിയന്റെ എന്ന് പറഞ്ഞു. അളിയനാണ് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അളിയന്റെ ഷർട്ടായിരുന്നു. എന്റെ കാലശേഷമാണ് അളിയൻ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ അതല്ല പേരക്കുട്ടിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മാമന്റെ ഷർട്ടായിരുന്നു. പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പക്ഷെ അതൊന്നും ഇത്രയും കാലം ഉപയോഗിക്കൂല. അതാണ് ഏറ്റവും രസം. ഈ സ്ഥലം, ഈ വീട്, ഇത് എൻ്റെ അച്ഛൻ്റെതായിരുന്നു, അച്ഛച്ചൻ്റെതായിരുന്നു, അച്ഛച്ചനിത് വാങ്ങിയതായിരുന്നു. അച്ഛച്ചത് വാങ്ങുമ്പോ ഇത് വേറെ നായന്മാരുടെ അടുത്തായിരുന്നു. നായന്മാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? രാജാക്കന്മാരുടെ സ്വത്താണ്. ഇത് രാജാവിന്റെ സ്വത്താണ്. പട്ടത്തെ രാജാവ് നായന്മാർക്ക് പതിപ്പിച്ചു കൊടുത്തതിൽ അതിൽ നിന്നും കുറേ കൈമാറി വന്നതിന്റെ സ്വത്താണത്. ഇത് ശരിക്കും രാജാവിന്റെ സ്വത്താണ്. രാജാവിന്റെ ഒരു ഭാഗമാണത്. പട്ടത്തെ രാജാവ് എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ടായിരുന്നു. ആ ആളുടെ ആയിരുന്നു ഈ കണ്ട ഭൂസ്വത്തുകൾ മൊത്തം. അവര് ഇതിങ്ങനെ ഓരോരുത്തർക്കും കൈമാറ്റം ചെയ്ത് വന്നതാണ്. അങ്ങനെയാണ് ഈ തിരൂരിൽ നിന്ന് ഇപ്പോ പല ആളുകളുടെ കൈകളിലെത്തിയത്. ഈ രാജാവ് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള രാജാവാണ്, കലിയുഗത്തിലെ രാജാവ് തന്നെയാണ്. ഒരു 1250 വർഷത്തിന്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഉള്ള രാജാവാണ്. അതിന്റെ മുന്നേ ആരുതായിരുന്നു? ദ്വാപരയെ കൊടുക്കണം, ത്രേതായി കൊടുക്കണം, സത്യം കൊടുക്കണം. സത്യം പറഞ്ഞാല് ഇപ്പൊ നമുക്ക് അനുഭവിക്കുന്ന ഒരു സ്വത്ത് ബാബ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിലും കുടുങ്ങല്ലേ. ബാബയ്ക്ക് കൊടുക്കുന്നതാണ്. ഇതാരുതാണ്? ഇത് ബാബയുടെ ആണ്. മനസ്സുകൊണ്ട് വ്യക്തിയത് ബാബയുടേതാണ്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് ബാബയ്ക്ക് നേരെ കൊടുത്ത് എന്താവട്ടെ. ബാബയ്ക്ക് എങ്ങനെ കൊടുക്കുക? ബാബയ്ക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ബാബ എന്ന് പറഞ്ഞ ബിന്ദുവിന് എന്തിൻ്റെങ്കിലും കുറവുണ്ടോ? ബാബ വിതരണം ചെയ്യുന്ന ആളാണ്. ബാബ പറഞ്ഞിട്ട് എന്നെ പൂജിക്കാനും കഴിയില്ല, ഞാൻ പൂജാരിയോ ആകുന്നില്ല എന്ന് പറഞ്ഞു. ബാബ അങ്ങനെ ആവുന്നേ ഇല്ല. പിന്നെ നമ്മൾ ആരെയും പൂജിക്കുന്നൊക്കെ 33 കോടി ദേവതകളെ എന്നെ പൂജിക്കുന്നു. 33 കോടി ദേവതകളിൽ 16,508, 9,00,000, 108, 8-നൊക്കെയാണ് നമ്മൾ മഹാപൂജകൾ കൊടുക്കുന്നത്. നമ്മളല്ല ഭക്തർ. പക്ഷെ തുടങ്ങി വെച്ചത് ആരാ? നമ്മളാണ്. എങ്ങനെയൊക്കെ പൂജിക്കണം, ഏതൊക്കെ വിധത്തിൽ പൂജിക്കണം, ഏതൊക്കെ രീതിയിലുള്ള ഉപാസനകൾ വേണം, കാര്യങ്ങൾ, ഇതൊക്കെ ആരും ഇറങ്ങി വെച്ചാൽ 33 കോടി പേര് ചെയ്തു വെച്ചാ. കാരണം ആദിയിലെ ഭക്തി അവ്യഭിചാരി ഭക്തിയായിരുന്നു ദ്വാപരയുഗത്തിൽ. ആ ഭക്തിയുടെ ആധാരം ആ സമയത്തുള്ള മനസ്സിന്റെ അവസ്ഥ, അത് കർമ്മ ഗണം എന്നിവയ്ക്ക് അനുസരിച്ച് അത് അഷ്ടരത്നങ്ങൾ തന്നെയാണ് ആദ്യം നല്ല വൃത്തിയിൽ ചെയ്യുക. നല്ല വൃത്തിയിൽ ആ അഷ്ടരത്നങ്ങൾ തന്നെ. പാപം ചെയ്യുന്നത് അഷ്ടരത്നങ്ങളാണ് ആദ്യം. അതേപോലെ തന്നെ അഷ്ടരത്നങ്ങൾ തന്നെയാണ് അതിന്റെ വൃത്തിയിൽ കർമ്മവും ചെയ്യും, ഭക്തിയും തുടങ്ങും. ഇതിന്റെ ആധാരത്തിലാണ് പിന്നെ 108 പേരും 16,508 പേരും ഒക്കെ നല്ല ഭക്തി ചെയ്യും. അന്നൊന്നും ഇങ്ങനത്തെ ഭക്തി ഒന്നല്ല. ഇന്നത്തെ ഭക്തി തന്നെ ശുദ്ധ. അതിനും ഫലം നൽകുന്നുണ്ട്. ബാബ അന്ന് മുതലേ ഫലം നൽകുന്നുണ്ട്. വാമമാർഗത്തിലേക്ക് പോകുന്ന അപ്പം മുതൽ ബാബ കൂടെ വരുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെ റെക്കോർഡിക്കൽ എഴുതി വെക്കാൻ തുടങ്ങി ഓരോന്നോരോന്ന്. ഇന്ന പാപം ചെയ്താൽ ഇന്ന തെറ്റ്, ഇന്ന ശിക്ഷ. അത് പിന്നെ ഒരു 100 വർഷം കഴിയുമ്പോഴേക്കും മാറ്റപ്പെടും. വീണ്ടും ഒരു 200 വർഷം കഴിയുമ്പോഴേക്കും അത് വീണ്ടും മാറ്റപ്പെടും. കാരണം ഓരോ പാപത്തിന് എന്താണ് ശിക്ഷ, ഓരോ കർമ്മത്തിന് എന്താണ് കാര്യങ്ങൾ എന്നതൊക്കെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അറിയുന്നത് ഈ അഷ്ടരത്നങ്ങൾക്ക്. അവരെന്തൊക്കെ പറഞ്ഞു വെച്ചോ അതൊക്കെ കുറെ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വന്നിട്ട് അതിന് തിരുത്തും. ഇത് ഡ്രാമയിലുള്ളതാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് എന്താണോ പറഞ്ഞു വെച്ചത് എന്ന് കറക്റ്റായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തി ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യിക്കാൻ പറ്റും. മമ്മ എന്താണോ പറഞ്ഞു വെച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് ഉൾക്കൊണ്ട് കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യിക്കാൻ പറ്റും. സിമ്പിൾ ആൻഡ് ഹമ്പിൾ അങ്ങനെയല്ല. മമ്മയും ബ്രഹ്മാവും ജയിച്ചത് അതൊരു വേറെ രീതിയാണ്. കഥ എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. അപ്പൊ ആ കഥയിൽ എങ്ങനെ അവര് ജയിച്ചുവോ, ബാബാ സമയം നോക്കിയത്, അതേപോലെ ബാക്കിയുള്ളവരും ജയിക്കും എന്നല്ല. ബാക്കിയുള്ളവർ എങ്ങനെയാണോ കർമ്മം ചെയ്തത് അതിനനുസരിച്ചുള്ള പാപത്തിന്റെ ബലം വരും. ഈ ഫലങ്ങൾ മൊത്തം അനുഭവിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അനുഭവിക്കുന്നതിന്റെ ഒരു ആധാരത്തിൽ വേണം ബാക്കിയുള്ളവർക്ക് ജയിക്കാൻ. ഓരോരുത്തർക്കും ഓരോ ഫലമായിരിക്കും. അഷ്ടരത്നങ്ങൾക്ക് ഒരു ഫലമായിരിക്കും, 108 വേറൊരു ഫലമായിരിക്കും, 16,808 വേറൊരു ഫലമായിരിക്കും. ഇതിൻ്റെയൊക്കെ ആധാരത്തിൽ ജയിക്കണമെങ്കിൽ വേറിട്ട രീതിയിൽ തന്നെ കർമ്മം ചെയ്യണം, ചെയ്തേ തീരും. അപ്പൊ എങ്ങനെ വേണം എന്നത് ഓരോരുത്തരുടെ പാർട്ട് നോക്കുക. കോടിക്കണക്കിന് കൽപ്പങ്ങളായിട്ട് ഇതേ പാർട്ടാണ്. ഇനി കോടിക്കണക്കിന് കൽപ്പങ്ങളായിട്ട് ഇതേ പാർട്ട് തന്നെയാണുള്ളത്, കൽപ്പം. അപ്പോ എനിക്കൊരു ഇടി കിട്ടിയാൽ ഞാൻ ആ ഇടിയെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിൻ്റെ ആധാരത്തിലാണ് എനിക്കൊരു പാർട്ട്. ഞാൻ ഈ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇതിലൂടെ ഞാൻ വഞ്ചിക്കപ്പെട്ടാൽ ഞാൻ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിൻ്റെ ആധാരത്തിലാണ് എൻ്റെ പാർട്ട് തീരുമാനിക്കപ്പെടുന്നത്. ഇതേ സാധനത്തിലൂടെ 33 കോടിയിലുള്ള വേറെ അവസാനത്തെ ഒരു കുട്ടിക്ക്, അവസാനത്തെ ഒരു ആത്മാവിന് ഇതേ കാര്യത്തിലൂടെ വഞ്ചിക്കപ്പെട്ട അവരെങ്ങനെയാണോ അതിനെ നോക്കി കാണുന്നത് അതിൻ്റെ ആധാരത്തിലാണ് അവരുടെ പാർട്ട് ലഭിക്കുന്നത്. ഇത് ചെറിയൊരു ഉദാഹരണമാണ്. ഇതുപോലെ ഈ വഞ്ചിക്കപ്പെട്ട ലോകത്ത് കലിയുഗമാണ്. പല പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാതെ തന്നെ ഒരു തരവുമില്ല. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ ട്രസ്റ്റ്, വിശ്വാസം നമുക്ക് നഷ്ടമായാൽ അത് നിയമപരമായിട്ട് തന്നെ നേരിടും. ഇപ്പൊ കേസും കൂട്ടൊക്കെ ആയിട്ട് പോണ്ടേ? 5000 വർഷത്തെ ഡ്രാമ ഫിക്സ് ചെയ്തതല്ലേ, ആ ഒരു ചെറിയൊരു 1000 രൂപയുടെ സാധനം അതങ്ങോട്ട് കളഞ്ഞാ പോരെ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് പാർട്ടി വ്യത്യസ്തമായിരിക്കും. ഇനി അതല്ല, അത് കേസാക്കി തന്നെ പോയി അതിന് വേണ്ട കാര്യങ്ങൾ നിയമപരമായി ചെയ്യുമ്പോൾ പാർട്ടായിട്ട് കയറും. കാരണം നിയമം തന്നെയാണ്. നോർമലി ഭാരതത്തിലെ നിയമം അനുസരിച്ച് എൻ്റെ കർമ്മ കണക്ക് എനിക്കത് കിട്ടി, അതാ യോഗം എന്നൊക്കെ ഇരുന്നത് തന്നെ. നേരെ മറിച്ച് അതിനെതിരെ, അനീതിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നവൻ തന്നെയാണ് രാമന്റെ സിംഹാസനത്തിന് അധികാരികളാവുന്നു. രാമൻ തരുന്ന സിംഹാസനത്തിന് തീരെ ഫൈറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എന്തുണ്ടാവുക? സഹിക്കേണ്ടി വരും, മൊത്തം സഹിക്കേണ്ടി വരും. തിരിച്ചറിയാനുള്ള ശക്തി ബാബ 16 കലകൾ അഷ്ടശക്തികളാണ് നൽകുന്നത്. അഷ്ടശക്തികളിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഡ്രാമയെ മനസ്സിലാക്കി
ബാബയും മമ്മയും എങ്ങനെയാണോ കൈകാര്യം ചെയ്ത് ജയിച്ച് കാണിച്ചത്. രണ്ടു കൂട്ടരെടുക്കണം. അതാണ് വിഷ്ണുവിന് ഭയങ്കര പ്രാധാന്യം പറഞ്ഞു. വിഷ്ണു എന്ന് പറഞ്ഞാൽ ബാബയും മമ്മയും ചേർന്ന് ലക്ഷ്മി നാരായണൻ. അവരങ്ങനെ ആയതെന്ന് വെച്ചാൽ അവരുടെ രണ്ടുപേരുടെയും കഥ എടുത്തിട്ട് ആ രണ്ട് കഥകളുടെ ആധാരത്തിൽ നമുക്ക് എന്താണോ പാർട്ട് കിട്ടുന്നത് ആ പാർട്ടിന്റെ ആധാരത്തിൽ നമ്മൾ എങ്ങനെയാണോ ജയിച്ചു കയറുന്നത് അതിനനുസരിച്ച് വരും നമ്മളും വിഷ്ണു ആയി തീരുന്നത്. ട്രിപ്പിൾ ഓം ശാന്തി.